ഭാരതത്തിന്റെ ഊർജ്ജ സുരക്ഷയിലും ആത്മനിർഭരതയിലുമുള്ള ചരിത്രപരമായ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമായിരിക്കുകയാണ്. 2025 സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി മുന്നോട്ടുവച്ച കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് കേന്ദ്ര പെട്രോളിയം സ്വാഭാവിക വാതക മന്ത്രാലയത്തിന് കീഴിൽ സമുദ്രമന്ഥൻ നാഷണൽ ഓഫ് ഷോർ എക്സ്പ്ലോറേഷൻ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 2030-31 സാമ്പത്തിക വർഷം വരെ നടപ്പിലാക്കുന്ന ഈ കേന്ദ്ര മേഖലാ പദ്ധതിക്കായി 84,084 കോടി രൂപയുടെ കൂറ്റൻ ബജറ്റാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. ഭാരതത്തിന്റെ വിസ്തൃതമായ സമുദ്രതീരങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന വൻ ഹൈഡ്രോ കാർബൺ നിക്ഷേപങ്ങൾ കണ്ടെത്തി ഊർജ്ജ ഇറക്കുമതി ബാധ്യത കുറയ്ക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. വിവിധ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളിൽപ്പെട്ട് ഊർജ്ജ വിതരണ ശൃംഖല അനിശ്ചിതത്വത്തിലാകുമ്പോൾ ഈ പദ്ധതിയുടെ പ്രാധാന്യവും ഏറുകയാണ്. പദ്ധതിയുടെ വിവിധ വശങ്ങൾ വിശദമായി നമുക്ക് പരിചയപ്പെടാം. പടിഞ്ഞാറൻ ഏഷ്യയിലും യൂറോപ്പിലും ആഗോള സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന ഈ കാലഘട്ടത്തിൽ ലോകം മുൻപെങ്ങുമില്ലാത്ത വിധം വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയെയും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളെയുമാണ് അഭിമുഖീകരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടാകുന്ന അപ്രതീക്ഷിത കുതിച്ചുചാട്ടവും ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും ഓരോ രാഷ്ട്രത്തിന്റെയും സമ്പദ്വ്യവസ്ഥയെ ഉലയ്ക്കുമ്പോൾ ഭാരതം സ്വന്തം ആകാശത്തിനും കടലിനും താഴെ പുതിയ ഊർജ്ജ സുരക്ഷാ കോട്ടകൾ തീർക്കുകയാണ്. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന് കീഴിലുള്ള വിപ്ലവകരമായ സമുദ്രമന്ഥൻ നാഷണൽ ഓഫ് ഷോർ എക്സ്പ്ലോറേഷൻ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. 84,084 കോടി രൂപ വകയിരുത്തിയിരിക്കുന്ന ഈ കേന്ദ്ര പദ്ധതി 2024-25 സാമ്പത്തിക വർഷം മുതൽ 2030-31 വരെയുള്ള 7 വർഷ കാലയളവിൽ നടപ്പിലാക്കും. ആഴക്കടലിലെ എണ്ണ വാതക പര്യവേഷണം എന്നത് ഉയർന്ന സാങ്കേതികവിദ്യയും വൻ സാമ്പത്തിക നഷ്ടസാധ്യതയുമുള്ള മേഖലയാണ്. ഈ റിസ്ക് കുറയ്ക്കാനും സ്വകാര്യ പൊതുമേഖലാ കമ്പനികളെ പര്യവേഷണത്തിലേക്ക് ആകർഷിക്കാനും അതീവ സമഗ്രമായ ഘടനയാണ് സമുദ്രമന്ഥൻ മുന്നോട്ട് വയ്ക്കുന്നത്. പദ്ധതിയുടെ ആദ്യത്തെ പ്രധാന ഘടകമായി സമുദ്രത്തിനടിയിലെ ഭൂഗർഭഘടന കൃത്യമായി മനസ്സിലാക്കുന്നതിനുള്ള 2D, 3D സീസ്മിക് ഡാറ്റ ശേഖരണത്തിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത വിശകലനത്തിനുമായി 28,534 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. ആഴക്കടലിലെയും അതിആഴക്കടലിലെയും 1.5 ലക്ഷം ലൈൻ കിലോമീറ്റർ 2D സർവേയും 1.25 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ 3D സീസ്മിക് സർവേയും ഇതിലൂടെ പൂർത്തിയാക്കും. ഇതിനു പുറമെ ഏറ്റവും ചെലവേറിയ 60 ആഴക്കടൽ അതിആഴക്കടൽ ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങൾക്കായി 43,200 കോടി രൂപയുടെ ധനസഹായമാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇതിൽ ഓരോ കിണറിലെയും ഡ്രില്ലിംഗ് ചെലവിന്റെ 50% വരെ അല്ലെങ്കിൽ പരമാവധി 675 കോടി രൂപ വരെ സർക്കാർ ധനസഹായമായി നൽകും. ഇതുവരെ പര്യവേഷണം നടക്കാത്ത അപൂർവ മേഖലകളിലെ പഠനത്തിനായി 10,000 കോടി രൂപയുടെ സ്വതന്ത്ര പര്യവേഷണ പദ്ധതികൾ വരും. സമുദ്രോൽപ്പന്ന ഉപകരണങ്ങൾ ഭാരതത്തിൽ തന്നെ നിർമ്മിക്കുന്നതിനായി ഓയിൽ ആൻഡ് ഗ്യാസ് മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസസ് സോൺ സ്ഥാപിക്കാൻ 2,000 കോടി രൂപയും പോർട്ടൽ നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കായി 350 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ഇന്ത്യയുടെ പെട്രോളിയം മേഖലയിൽ നടപ്പിലാക്കിയ ചരിത്രപരമായ പരിഷ്കാരങ്ങളുടെ തുടർച്ചയാണ് സമുദ്രമന്ഥൻ. മുൻപ് സൈനിക സുരക്ഷാ കാരണങ്ങളാൽ പര്യവേഷണം തടഞ്ഞിരുന്ന ഭാരതത്തിന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലെ 99% നോ ഗോ വിലക്കുകളും സർക്കാർ പൂർണ്ണമായും നീക്കി. ഇതിലൂടെ 10 ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്റർ സമുദ്രമേഖല പുതിയ പര്യവേഷണങ്ങൾക്കായി തുറന്നുകിട്ടി. ഹൈഡ്രോ കാർബൺ എക്സ്പ്ലോറേഷൻ ആൻഡ് ലൈസൻസിംഗ് പോളിസി, റവന്യൂ ഷെയറിംഗ് കോൺട്രാക്റ്റുകൾ, 2025 ഓയിൽ ഫീൽഡ്സ് ഭേദഗതി നിയമം എന്നിവയിലൂടെ വ്യവസായ പ്രമുഖർക്കും വിദേശ നിക്ഷേപകർക്കും ആത്മവിശ്വാസത്തോടെ കടന്നുവരാവുന്ന അന്തരീക്ഷമാണ് രാജ്യത്തൊരുക്കിയിട്ടുള്ളത്. ഈ നയങ്ങളുടെ വിജയമെന്നോണം ഈയിടെ ഒഡീഷ തീരത്തെ മഹാനദി ഓഫ്ഷോർ ബേസിനിൽ ആദ്യ പരീക്ഷണ കിണറായ MNDWN-18-1HD ഡ്രില്ലിംഗ് വിജയകരമായി ആരംഭിച്ചു കഴിഞ്ഞു. ആകെ ആസൂത്രണം ചെയ്ത 4 ആഴക്കടൽ കിണറുകളിൽ ആദ്യത്തേതാണിത്. സമുദ്രമന്ഥൻ പദ്ധതി ഭാരതത്തിന് നൽകാൻ പോകുന്നത് താരതമ്യങ്ങളില്ലാത്ത സാമ്പത്തിക സുരക്ഷയും ഊർജ്ജ ആത്മാഭിമാനവുമാണ്. രാജ്യത്തിന്റെ ഹൈഡ്രോ കാർബൺ കരുതൽ ശേഖരം 1.6 ബില്യൺ ടൺസ് ഓഫ് ഓയിൽ ഇക്വലന്റിൽ നിന്നും 2.2 ബില്യൺ TOE അഥവാ ടൺസ് ഓഫ് ഓയിൽ ഇക്വലന്റായി ഉയർത്താൻ പദ്ധതി ലക്ഷ്യമിടുന്നു.
ഇതിലൂടെ 600 ദശലക്ഷം മെട്രിക് ടൺസ് ഓഫ് ഓയിൽ ഇക്വലന്റിലധികം പുതിയ ഇന്ധനശേഖരം കണ്ടെത്താൻ സാധിക്കും. ഇതോടെ പ്രതിവർഷ ആഭ്യന്തര ഉൽപ്പാദനം നിലവിലുള്ള 62 ദശലക്ഷം TOEയിൽ നിന്ന് 80 ദശലക്ഷം TOE ആയി വർദ്ധിക്കും. ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കുന്നതിലൂടെ ഭാരതത്തിന് പ്രതിവർഷം ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ വിദേശ നാണ്യം ലാഭിക്കാൻ സാധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനോടൊപ്പം പര്യവേഷണ, നിർമ്മാണ മേഖലകളിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളും ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും. സമുദ്രത്തിന്റെ ആഴങ്ങളിലെ നിധി കാത്തുസൂക്ഷിക്കാൻ ഡാറ്റയും സാങ്കേതികവിദ്യയും സാമ്പത്തിക പങ്കാളിത്തവും സമന്വയിപ്പിച്ചുകൊണ്ട് ഭാരതം നടത്തുന്ന ആധുനിക കാലത്തെ മഹാസമുദ്ര മന്ഥനാണിത്. തിരമാലകൾക്കടിയിൽ ഭാരതം കോറിയിടുന്ന ഒരു പുതിയ ഊർജ്ജസ്വലമായ അധ്യായം.